ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് രാജ്മ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു കളറൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഈ കളറാണ് വാങ്ങിയത്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വാഷ് ചെയ്തിട്ട് ഇട്ടതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറിയ സവാളൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇത് വന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. വേവട്ടെ. നമ്മുടെ രാജ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാന്. അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് വെക്കാം. കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. സവാള ഒന്ന് വാടി വരുന്നു. സവാള വരുന്നുണ്ട്. സവാള നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവ വേണമെന്നെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കറിക്കൊക്കെ ടേസ്റ്റ് മാറും. കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കാം. അതുപോലെ തന്നെ ഈ പച്ചമുളക്. ഇനി ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോയി കിട്ടാനുണ്ട്. ഇതൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കുറച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം. മുളകിൻ്റെ പൊടി നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി. മഞ്ഞളിൻ്റെ പൊടി 1/2 ടീസ്പൂണ്. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തക്കാളി ഉണ്ട്, ഞാൻ അരച്ച് വെച്ചതാണ്. ഇതൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തെളിഞ്ഞ് വരട്ടെ. കുറച്ച് സമയം അടുപ്പത്ത് വരുമ്പോൾ അത് നന്നായി തെളിഞ്ഞ് വരും. കണ്ടോ, ഇതേപോലെ ആയി വരണം. തക്കാളിയെല്ലാം ഇങ്ങനെ വന്ന് അതിൻ്റെ ചുവയെല്ലാം പോയി ഇതേപോലെ കിട്ടണം. അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ചുവയായിരിക്കും തക്കാളി എല്ലാം കൂടെ. നമുക്കിത് ഞാൻ മാഷ് ചെയ്ത് വെച്ചതാണ്. രാജ്മ ഞാൻ വെച്ച് നോക്കിയാട്ടെ. അപ്പോൾ ഇതിൽ തക്കാളി ഒന്നും കഴിക്കാനുണ്ടാവില്ല. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ കഴിക്കുമ്പോൾ കഴിക്കാനുണ്ടാവും. ചിലവരത് മാറ്റി വെക്കും. ഇങ്ങനെ ഒന്ന് കഴിച്ച് വയ്ക്കാം. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഒരു നുള്ളിലിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ട്, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത്രയേ വേണ്ടുള്ളൂ. ഇതൊന്നും ഇതിൽ കഴിഞ്ഞ് ചേർന്ന് വന്നിട്ട് എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. നമ്മൾ രാജ്മൻ്റെ കറി എടുത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കാൻ മതി. ഇത് നമ്മളെ ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റും കേട്ടോ. എന്തൊക്കെയാ നമ്മളെ അടുത്ത് പൊറാട്ടയോ ചപ്പാത്തിയോ പൂരിയോ ബനാനോ എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഒരു കുബൂസേ ഉള്ളൂ വെച്ചെങ്കിൽ അതിനും കഴിക്കാൻ പറ്റും. അത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയാൽ മതി. രാജ്മ നല്ല ടേസ്റ്റ്. അങ്ങനെ ഉണ്ടാക്കിയാൽ തക്കാളിയൊക്കെ ഒന്ന് അരച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് ആ തക്കാളി കുറച്ച് നേരം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക എണ്ണയിലിട്ടിട്ട്. അപ്പോൾ ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. തക്കാളിക്ക്
ഇത് കുറച്ച് മല്ലിയില ഉണ്ട്, അത് ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ളി ഗരം മസാല പൗഡർ ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ളി കായം വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമേ ഇല്ല. ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഫേസ്ബുക്കും ഫോളോ ചെയ്യണേ. ഓക്കെ, ബൈ.